വ്യാപാര പുനഃക്രമീകരണത്തിന് വ്യാപാര കരാർ മാത്രം പോരാ. ഘടനാപരമായ മറ്റു ചില ഘടകങ്ങളാണ് ഇന്ത്യക്ക് നിർണായകമായി വരുന്നത്. പുതുക്കിയ താരിഫ് പിരിമുറുക്കങ്ങൾക്കിടയിൽ ആഗോള വ്യാപാരം പുതിയ പുനഃക്രമീകരണത്തിന് വിധേയമാകുമ്പോൾ ദീർഘകാല നേട്ടങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് വ്യാപാര കരാറുകളേക്കാൾ കൂടുതൽ മറ്റു ചില കാര്യങ്ങളും ആവശ്യമാണെന്ന് MK റിസർച്ചിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. നിലവിലെ ചക്രത്തിൽ ആഗോള വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിൽ താരിഫുകൾക്ക് പരിമിതമായ സ്വാധീനമേ ഉള്ളൂ എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാര തടസ്സങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ ആഗോള കോർപ്പറേഷനുകളുടെ വർദ്ധിച്ചു വരുന്ന ചടുലത ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ഒന്നാം വ്യാപാര യുദ്ധത്തിൽ കണ്ട ഒരു പരിചിതമായ തന്ത്രം ചൈന വിന്യസിച്ചതോടെ 2.0 വ്യാപാര യുദ്ധം വികസിച്ചതായി റിപ്പോർട്ട് പറയുന്നു. ഇത്തവണ കൂടുതൽ പരിഷ്കരണവും തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു. ഉയർന്ന താരിഫുകൾ ഉണ്ടായിരുന്നിട്ടും ആഘാതം കുറയ്ക്കുന്നതിനായി കമ്പനികൾ വിതരണ ശൃംഖലകൾ പുനഃക്രമീകരിക്കുകയും വിപണികളെ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്തതിനാൽ ആഗോള വ്യാപാര പ്രവാഹങ്ങൾ തകരുന്നതിനു പകരം ക്രമീകരിക്കപ്പെട്ടു. എന്നിരുന്നാലും ആഗോള വ്യാപാര സംഘർഷങ്ങളുടെ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് അനുപാതമില്ലാത്ത താരിഫാഘാതം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ വിപണി വൈവിധ്യവൽക്കരണത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ നേട്ടങ്ങൾ പ്രധാനമായും കുറഞ്ഞ മാർജിനുകളുടെ ചിലവിലാണ് ഉണ്ടായത്. ഉൽപ്പന്നങ്ങളിലും വിതരണ ശൃംഖലകളിലും അർത്ഥവത്തായ വൈവിധ്യവൽക്കരണം പരിമിതമായി തുടരുമെന്ന് അത് ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഇന്ത്യയുടെ വ്യാപാര ആവാസ വ്യവസ്ഥയിലെ ഘടനാപരമായ വെല്ലുവിളികളെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ദുർബലമാണെങ്കിലും കയറ്റുമതിയിൽ നിന്നുള്ള നേട്ടങ്ങൾ നിലനിർത്താനുള്ള ഇന്ത്യയുടെ കഴിവ് J-കർവ് ചലനാത്മകതയെ പിന്തുടരുന്നുവെന്ന് റിപ്പോർട്ട് വിശദീകരിച്ചു. ഒരു രാജ്യത്തിന്റെ വ്യാപാര സന്തുലിതാവസ്ഥ തുടക്കത്തിൽ വഷളാവുകയും പിന്നീട് നയമാറ്റത്തിനോ സാമ്പത്തിക ആഘാതത്തിനോ മുമ്പുള്ളതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെയാണ് J-കർവ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും നിരവധി വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ അത്തരം നേട്ടങ്ങൾ നിലനിൽക്കൂ എന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ട് അനുസരിച്ച് പ്രധാന മേഖലകളിലെ ലംബങ്ങളിൽ സ്കെയിൽ വഴി വ്യാപാര വഴിതിരിച്ചുവിടൽ, സ്റ്റിക്കി വിതരണ ശൃംഖലകൾ ഉൾപ്പെടുത്തണം. സുസ്ഥിരമായ കയറ്റുമതി വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് ലോജിസ്റ്റിക്സ്, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, തുറമുഖ കാര്യക്ഷമത എന്നിവയിലെ മെച്ചപ്പെടുത്തലുകളും നിർണായകമാണ്. കൂടാതെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ലാഭസമ്മർദ്ദം ഒഴിവാക്കുന്നതിനും മൂലധന വസ്തുക്കൾക്കും ഇന്റർമീഡിയറ്റ് ഇൻപുട്ടുകൾക്കും നിയന്ത്രിത തീരുവകൾ അനിവാര്യമായിരിക്കും. ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല വിദേശ നേരിട്ടുള്ള നിക്ഷേപത്തിന്റെ പ്രാധാന്യം റിപ്പോർട്ട് കൂടുതൽ എടുത്തു കാണിച്ചു. ഇടത്തരം കാലയളവിൽ കയറ്റുമതിക്കാരെ പിന്തുണയ്ക്കുന്നതിൽ 2 ദിശകളിലുള്ള വിദേശ വിനിമയ അസ്ഥിരത കൈകാര്യം ചെയ്യുന്നതും ഒരു പ്രധാന ഘടകമായി എടുത്തു കാണിച്ചു. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വ്യാപാര പ്രകടനം നിർണ്ണയിക്കുന്നതിൽ താരിഫുകളേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഘടനാപരവും പ്രവർത്തനപരവുമായ ഘടകങ്ങളെന്ന് റിപ്പോർട്ട് നിഗമനം ചെയ്തു. വ്യാപാര കരാറുകൾ ഹ്രസ്വകാല ആശ്വാസം നൽകിയേക്കാമെങ്കിലും താരിഫ് നയിക്കുന്ന തന്ത്രങ്ങളെക്കാൾ ആഴത്തിലുള്ള പരിഷ്കാരങ്ങളെ വിതരണ ശൃംഖല സംയോജനത്തെയും ആശ്രയിച്ചിരിക്കും. ദീർഘകാല നേട്ടങ്ങളെന്ന് റിപ്പോർട്ട് ശക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.